നമസ്കാരം. 2025 ഡിസംബർ 24 ബുധനാഴ്ചയിലെ പ്രധാന വാർത്താവിശേഷങ്ങളിലേക്ക്. കേരളം വോട്ടർ പട്ടിക പുതുക്കി. സംസ്ഥാനത്ത് SIR കരട് പട്ടിക പ്രസിദ്ധീകരിച്ചു. ആകെ 2,54,42,352 വോട്ടർമാരാണുള്ളത്. ഇതിൽ 24 ലക്ഷത്തിലധികം പേരെ ഒഴിവാക്കി. 2002 ശേഷം ആദ്യമായാണ് ഇത്രയും വിപുലമായ പുതുക്കൽ നടക്കുന്നത്. പേരുൾപ്പെടാത്തവർക്ക് ജനുവരി 22 വരെ അപേക്ഷിക്കാം. വൈവിധ്യം സംരക്ഷിക്കപ്പെടണം. വിദ്യാലയങ്ങൾ സഹവർത്തിത്വം പഠിക്കാനുള്ള ഇടങ്ങളാണെന്നും ആഘോഷങ്ങൾ തടയുന്ന പ്രവണതകൾ ഖേദകരമാണെന്നും മന്ത്രി വി. ശിവൻകുട്ടി. മലപ്പുറത്ത് ഭൂചലനം. കോട്ടയ്ക്കൽ, വേങ്ങര തുടങ്ങിയ ഭാഗങ്ങളിൽ രാത്രിയിൽ നേരിയ ഭൂചലനം അനുഭവപ്പെട്ടു. സെക്കൻഡുകൾ നീണ്ടുനിന്ന കുലുക്കത്തിൽ ജനങ്ങൾ പരിഭ്രാന്തരായി. HMTയുടെ ഫ്യൂസ് ഊരി. 30 കോടിയോളം രൂപയുടെ വൈദ്യുതി കുടിശ്ശിക വരുത്തിയതിനെ തുടർന്ന് കൊച്ചിയിലെ പൊതുമേഖലാ സ്ഥാപനമായ HMTയുടെ വൈദ്യുതി ബന്ധം KSEB വിച്ഛേദിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി അവധിക്കുശേഷം പരിഗണിക്കും. കേസ് ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് CBI അറിയിച്ചിട്ടുണ്ട്. ദർശനത്തിന് നിയന്ത്രണം. മണ്ഡലപൂജയോടനുബന്ധിച്ച് 27 ഡിസംബർ 26 തീയതികളിൽ ശബരിമലയിൽ വെർച്വൽ ക്യൂ, സ്പോട്ട് ബുക്കിംഗ് എന്നിവയിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. UDFൽ അൻവർ. PV അൻവർ നയിക്കുന്ന തൃണമൂൽ കോൺഗ്രസ് UDFന്റെ അസോസിയേറ്റ് അംഗമായി. അൻവർ പ്രതിപക്ഷ നേതാവ് VD സതീശനുമായി കൂടിക്കാഴ്ച നടത്തി. കൊച്ചി മേയർ സ്ഥാനാർത്ഥികൾ. കൊച്ചി നഗരസഭയിലേക്ക് കോൺഗ്രസ് പ്രതിനിധികളായി VK മിനിമോൾ മേയർ, ദീപക് ജോയ് ഡെപ്യൂട്ടി മേയർ എന്നിവരെ നിശ്ചയിച്ചു. എന്നാൽ മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്ന് ദീപ്തി മേരി വർഗീസ് പരാതിപ്പെട്ടു. CPI വിമർശനം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലെ ചിലയിടങ്ങളിൽ CPM BJPയെ സഹായിച്ചെന്ന് CPI ജില്ലാ കൗൺസിൽ. സർക്കാരിന്റെ ചില നിലപാടുകൾ തിരിച്ചടിയായെന്നും വിലയിരുത്തൽ. ടൈപ്പ് 1 പ്രമേഹം. പരീക്ഷ എഴുതുന്ന ഇത്തരം കുട്ടികൾക്ക് അനുവദിക്കുന്ന അധിക സമയം CBSEയിലും നടപ്പിലാക്കാൻ മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകി. പക്ഷിപ്പനി ജാഗ്രത. കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. ദിലീപിന്റെ വീട്ടിൽ ഡ്രോൺ. നടൻ ദിലീപിന്റെ വീട്ടിൽ ഡ്രോൺ ഉപയോഗിച്ച് ദൃശ്യങ്ങൾ പകർത്തിയ ചാനലുകൾക്കെതിരെ സ്വകാര്യത ലംഘിച്ചെന്ന് കാട്ടി സഹോദരി പരാതി നൽകി. ലഹരിക്കെതിരെ പോട. ലഹരി വ്യാപനം തടയാൻ സ്വകാര്യ സ്ഥാപനങ്ങളുമായി ചേർന്ന് കേരള പോലീസ് പുതിയ പദ്ധതി ആരംഭിച്ചു. വാളയാർ കേസ്. ആൾക്കൂട്ട കൊലപാതകത്തിൽ 7 ദിവസത്തിനു ശേഷം പ്രതികൾക്കെതിരെ S.T ആക്ട് ഉൾപ്പെടെയുള്ള ഗുരുതര വകുപ്പുകൾ ചുമത്തി. 2 പേർ കൂടി അറസ്റ്റിലായി. ജയിൽ DIGക്ക് സസ്പെൻഷൻ. കൈക്കൂലി വാങ്ങി T.P കേസ് പ്രതികൾക്ക് ഉൾപ്പെടെ സൗകര്യങ്ങൾ ചെയ്തുകൊടുത്ത DIGM K വിനോദ് കുമാറിനെ സസ്പെൻഡ് ചെയ്തു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സ്കിൻ ബാങ്ക്. കേരളത്തിലെ ആദ്യ സ്കിൻ ബാങ്കിൽ ചർമ്മം പ്രോസസ് ചെയ്യുന്ന നടപടികൾ ആരംഭിച്ചു. ദേശീയം. അസമിൽ സംഘർഷം. ഗോത്രവിഭാഗങ്ങളുടെ പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചു. 2 മരണം. 58 പോലീസുകാർക്ക് പരിക്കേറ്റു. ഇന്റർനെറ്റ് നിരോധിച്ചു. രാജസ്ഥാനിൽ മൊബൈൽ വിലക്ക്. സ്ത്രീകൾ ക്യാമറയുള്ള മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് ജലോറിലെ ഖാബ് പഞ്ചായത്ത് വിലക്കി. അക്ലക്ക് കൊലക്കേസ്. മുഹമ്മദ് അക്ലക്കിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾക്കെതിരായ കുറ്റങ്ങൾ പിൻവലിക്കാനുള്ള ഉത്തർപ്രദേശ് സർക്കാരിന്റെ അപേക്ഷ കോടതി തള്ളി. ആരവല്ലി സംരക്ഷണം. ആരവല്ലി മലനിരകളുടെ സംരക്ഷണത്തിനായി കോൺഗ്രസ് ജയ്പൂരിൽ വൻ പ്രതിഷേധം സംഘടിപ്പിക്കും. മധ്യപ്രദേശിൽ അധിക്ഷേപം. മതപരിവർത്തനം ആരോപിച്ചു കാഴ്ചാപരിമിതിയുള്ള യുവതിയെ BJP നേതാവ് അധിക്ഷേപിച്ചു. അന്താരാഷ്ട്രം. ലിബിയൻ സൈനിക മേധാവി മരിച്ചു. തുർക്കിയിലുണ്ടായ വിമാനാപകടത്തിൽ ലിബിയൻ സൈനിക മേധാവി ജനറൽ മുഹമ്മദ് അലി അൽ ഹദ്ദാദ് മരിച്ചു. കുവൈത്തിൽ പുതിയ വിസ നിയമം. സന്ദർശക വിസകൾക്കും മറ്റും പ്രതിമാസം 10 ദീനാർ ഫീസ് ഈടാക്കുന്നത് ഉൾപ്പെടെയുള്ള പുതിയ നിയമങ്ങൾ നിലവിൽ വന്നു. പാകിസ്ഥാൻ ഭീഷണി. ബംഗ്ലാദേശിനെതിരെ നീക്കമുണ്ടായാൽ മിസൈലുകൾ പ്രതികരിക്കുമെന്ന് പാക് മുസ്ലിം ലീഗ് നേതാവ് കമ്രാൻ സയ്യിദ്. കായികം. ഇന്ത്യൻ വനിതകൾക്ക് ജയം. ശ്രീലങ്കയ്ക്കെതിരായ 2ാം T20യിൽ ഇന്ത്യ വിജയിച്ചു. ഷെഫാലി വർമ്മ പുറത്താകാതെ 69 റൺസ് നേടി. ടീമുകൾ കേരളത്തിൽ. ഇന്ത്യ ശ്രീലങ്ക T20 പരമ്പരയിലെ ബാക്കി മത്സരങ്ങൾക്കായി വനിതാ ടീമുകൾ ഇന്ന് തിരുവനന്തപുരത്തെത്തും. കാര്യവട്ടത്താണ് മത്സരങ്ങൾ. ബിസിനസ് ആൻഡ് ടെക്നോളജി. സ്വിഗ്ഗി റിപ്പോർട്ട്. 2025 ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ ഓർഡർ ചെയ്തത് ബിരിയാണിയാണ്. തൊട്ടുപിന്നാലെ ബർഗറും പിസയുമുണ്ട്. ടാറ്റ നെക്സോൺ EV 1 ലക്ഷം യൂണിറ്റ് വിൽപ്പന കടന്ന ഇന്ത്യയിലെ ആദ്യ ഇലക്ട്രിക് കാറായി ടാറ്റ നെക്സോൺ EV മാറി. ആരോഗ്യം. വായയിലെ ക്യാൻസർ. 2 ആഴ്ച കഴിഞ്ഞിട്ടും മാറാത്ത വായ്പുണ്ണ്, ശബ്ദത്തിലെ മാറ്റം, വായ്ക്കുള്ളിലെ മുഴകൾ എന്നിവ അവഗണിക്കരുത്. പുകയിലയും മദ്യപാനവും പ്രധാന കാരണങ്ങളാണ്. നേരത്തെ തിരിച്ചറിഞ്ഞാൽ ചികിത്സ ഫലപ്രദമാകും. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. ശുഭദിനം.